ആദ്യമേ തന്നെ ഈ അൾത്താരയിൽ വീണ്ടും നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന പൊന്നു തമ്പുരാനോടും പരിശുദ്ധ അമ്മ മാതാവിനോടും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ടീന ഫ്രാൻസിസ്. ഞാൻ കോതമംഗലം രൂപത പൈങ്ങോട്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 സെപ്റ്റംബർ 23 തീയതി മുതൽ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം OET കിട്ടിയ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥയാൽ OET കിട്ടിയതായിരുന്നു. OET കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ന്യൂസിലാൻഡിന് കഴിഞ്ഞ 2024 ജനുവരിയിൽ ന്യൂസിലാൻഡിന് ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയി. എനിക്ക് കിട്ടിയ കോളേജിൽ 3 മാസത്തെ ക്യാബ് കോഴ്സായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. 3 മാസത്തെ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങളുടെ ക്യാബിൻ്റെ റിപ്പോർട്ട് നഴ്സിംഗ് കൗൺസിലിൽ കൊടുത്ത ടൈമിൽ 3 വീക്സ് കൊണ്ട് കിട്ടിക്കൊണ്ട രജിസ്ട്രേഷൻ പെട്ടെന്ന് അവർ 8 വീക്സിലേക്ക് മാറ്റുകയും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഒരു 6 വീക്സ് കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആ ടൈമിൽ ക്യാബ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനവും പ്രാർത്ഥനകളും സാക്ഷ്യവും ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. ആ ടൈമിൽ എല്ലാവരുടെയും സാക്ഷ്യത്തിൽ മാതാവിൻ്റെ ഒരു സുഗന്ധാഭിഷേകവും മുല്ലപ്പൂവിൻ്റെ അഭിഷേകവും മാതാവിൻ്റെ കാണാൻ പറ്റുന്നു, അങ്ങനെയെല്ലാം സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ 2023 മുതൽ അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഇതുവരെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കൊരു അനുഗ്രഹം കിട്ടണേ അങ്ങനെയെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം 7 ആഴ്ച ക്യാബ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 7 ആഴ്ചയായപ്പോൾ ഒരു ദിവസം 3 മണി സമയത്ത് വെളുപ്പിനെ എനിക്ക് പെട്ടെന്ന് ഒരു തണുത്ത കാറ്റോടുകൂടിയ ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് സ്വീറ്റുമായിട്ടുള്ളൊരു സോഫ്റ്റ് വോയിസിൽ, ടീന നിൻ്റെ രജിസ്ട്രേഷൻ വന്നു കേട്ടോ എന്നിങ്ങനെ ഒരു സ്വീറ്റുമായിട്ടുള്ള വോയിസിൽ മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അന്ന് വെളുപ്പിനെ ഒരു 10 മണി ആയപ്പോഴേക്കും എൻ്റെ രജിസ്ട്രേഷൻ കൺഫേംഡ് ആയെന്ന് പറഞ്ഞ് മെയിൽ വന്നു. അതിനുശേഷം ആ ഒരു ടൈമിൽ ന്യൂസിലാൻഡിൽ ഏറെക്കുറെ ഗവൺമെൻറ് ജോബ്സ്, നഴ്സിംഗിൻ്റെ ഗവൺമെൻറ് ജോബ്സ് ഫ്രീസ് ആയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ഒത്തിരി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലായിടത്തും റിജക്ഷൻ വരുന്നൊരു ടൈം. സത്യത്തിൽ എനിക്ക് ഒരു ജോബ് ആപ്ലിക്കേഷൻ പോലും ഇടാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും എനിക്ക് നാട്ടിൽ പോകണം എന്നൊരു ചിന്ത വന്നു തുടങ്ങി. ആ ടൈമിൽ തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി. അപ്പോൾ തന്നെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തായിരുന്നു. സാധാരണ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി 1 വീക്കോട് കൂടി ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി. അപ്പോൾ തന്നെ ഞാൻ നാട്ടിലോട്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തു. ആ സമയത്ത് എൻ്റെ കൂടെ ക്യാബ് ചെയ്ത എല്ലാവരും അവിടെ ന്യൂസിലാൻഡ് തന്നെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു ഡിസിഷൻ എടുത്ത് നാട്ടിലോട്ട് പോരുകയാണ്. അപ്പം എനിക്ക് എൻ്റെ വേ കറക്റ്റാണോ, ഇത് എൻ്റെ തന്നെ തീരുമാനമാണോ എന്നെനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന അമ്മേ. ഞാൻ എല്ലാ കാര്യങ്ങളും മാതാവിനോട് അഭിപ്രായം ചോദിക്കും. എല്ലാ കാര്യങ്ങളും മാതാവിനോട് സംസാരിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കാറുണ്ടായിരുന്നത്. അപ്പം ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന സമയത്ത് വലിയൊരു മഴവില്ല് കാണിച്ച് മാതാവ് എൻ്റെ ഉടമ്പടി അനുസ്മരിപ്പിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്ന വഴി കറക്റ്റാണെന്ന്. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് ഉടനെ തന്നെ കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു സ്ഥിരീകരണം കൂടെ, ഞാൻ പോണ വഴി കറക്റ്റാണെന്ന്. അമ്മേ, എല്ലാവരും ന്യൂസിലാൻഡിൽ തന്നെ സ്റ്റേ ചെയ്യുക, എനിക്കിപ്പോൾ ഒരു ജോലി ഇല്ലല്ലോ അമ്മേ, ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ വന്ന് ഞാൻ നിയോഗം എഴുതി എൻ്റെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എന്ന് നിയോഗം എഴുതി ആ മൊമെൻറ്റിൽ എനിക്ക് മെയിൽ വന്നു, എൻ്റെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കൺഫേം ആയെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ പോകുന്ന മാതാവിൻ്റെ വഴി തന്നെയാണെന്ന്. അതിനുശേഷം ഞാൻ ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ മാതാവിൻ്റെ തൈലം വെച്ചിട്ട് കുരിശ് വരച്ച് കൃപാസനത്തിലെ ഉപ്പ്, ആ ഹോസ്പിറ്റലിനെ മനസ്സിൽ കണ്ട് കൃപാസനത്തിൻ്റെ ഉപ്പ് അതിൻ്റെ അതിർത്തി വഴിയിട്ട് ആണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരുന്നത്. 3 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആപ്ലിക്കേഷൻ അയച്ചു. പക്ഷേ എനിക്ക് എല്ലാം റിജക്ഷൻ. അന്നേരത്തിന് അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ കൂടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്യാബ് ചെയ്തവർക്ക് ജോലിയായി, പക്ഷേ എനിക്കൊരു ജോലി പോലും കിട്ടിയില്ല അമ്മേ, ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് പറഞ്ഞ് മാതാവിനോടത് പരാതിയല്ല, ഒരു സങ്കടമാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും എന്നെ ഒരു ഏജ്ഡ് കെയറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ടീന നീ ഇൻ്റർവ്യൂ ചെയ്യാൻ റെഡിയാണോ? എനിക്ക് ചൊവ്വാഴ്ചകളാകുന്ന ആ ടൈമിലെല്ലാം അനുഗ്രഹം വന്നുകൊണ്ടിരുന്നത്. ചൊവ്വാഴ്ച ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ അറേഞ്ച് ചെയ്യാൻ ചൊവ്വാഴ്ച ഒരു ഇൻ്റർവ്യൂ. ഓക്കെ, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ആ മാമൻ്റെ അടുത്ത് പറഞ്ഞു അത് 100% സക്സസ്ഫുള്ളാണ്. പക്ഷേ അവർ എനിക്ക് ഓഫർ തന്നില്ല. അതിനുശേഷം എനിക്ക് ചടപട ഇൻ്റർവ്യൂ ആയിരുന്നു 5 ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന്. ഞാൻ ഏജ്ഡ് കെയറിൽ ആപ്ലിക്കേഷൻ കിട്ടി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്തത് എനിക്ക് മാതാവ് എനിക്ക് 5 ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ തന്നു. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 ഹോസ്പിറ്റലിൽ എനിക്ക് ജോലിയും തന്നു. ഈ ഓരോ ആപ്ലിക്കേഷനും ഞാൻ തൈലം തൊട്ട്
ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ പാനലുള്ള ഓരോ വ്യക്തികളെയും ഓർത്ത് അവർക്ക് പകരമായിട്ട് എൻ്റെ നെറ്റത്ത് തലം തൊട്ട് കുരിശ് വരയ്ക്കും. അപ്പം ഞാൻ ഇൻ്റർവ്യൂ പാനൽ ഇപ്പം നമുക്ക് മെയിൽ വരുമ്പം ഇത്ര പേര് ഇൻ്റർവ്യൂവിന് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ വരും. ആ ടൈമിൽ അവർ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ആ കമ്പ്യൂട്ടർ സ്ക്രീനിലും കുരിശ് വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കാശ് കയ്യിൽ പിടിച്ച് ബൈബിൾ ഇപ്പോൾ സൈഡിൽ വെച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷം 2 ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ജോബ് ഓഫർ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പം ഒരെണ്ണം എനിക്ക് വർക്ക് വിസയും ഒരെണ്ണം എനിക്ക് PR വിസയാണ് തന്നത്. ഫസ്റ്റ് എനിക്ക് വന്നത് PR വിസയുടെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം എൻ്റെ PR വിസയ്ക്ക് നമ്മൾ ഇടണമെങ്കിൽ സ്കിൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യണം. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയത് വർക്ക് വിസയ്ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരിക്കലും ഒരു PR വിസ ഒന്നും കിട്ടത്തില്ല. കാരണം ഞാൻ ന്യൂസിലാൻഡ്, UK, അയർലൻഡ് അങ്ങനത്തെ ഒരു സ്ഥലത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റാണ് ജസ്റ്റ് സൗദിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു PR വിസ ഒന്നും കിട്ടാനുള്ളൊരു ഇതൊന്നും എനിക്കില്ല. അങ്ങനെ വിചാരിച്ച് ഞാനിരുന്നു. അതുകൊണ്ട് സ്കിൽ അസസ്മെൻറ്റ് ഞാൻ പർപ്പസ്ഫുള്ളി വായിച്ചു. എന്നിട്ട് എനിക്ക് പിന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇനി സ്കിൽ അസസ്മെൻറ്റ് കഴിഞ്ഞാൽ PR ഇടുമ്പോഴത്തേക്കും കുറേ നാളുകളെടുക്കും. അതേസമയം വർക്ക് വിസയാണെങ്കിൽ ഒരു 2-3 മന്ത്സിനുള്ളിൽ എനിക്ക് കയറി പോകാമല്ലോ. അപ്പോഴത്തേക്കും ഞാൻ ആ ഹോസ്പിറ്റലിൽ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, എനിക്കൊരു വർക്ക് വിസ തരാമോ, എൻ്റെ സ്കിൽ അസസ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, ടീന നിനക്ക് ഞങ്ങൾ PR ആണ് ചെയ്യുന്നത്, നീ അതിനു വേണ്ടി മുമ്പോട്ട് പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ പ്രോസസ്സ് നടക്കുന്നുണ്ട് വർക്ക് വിസയുടെ. പക്ഷേ ഇതാണ് ഫസ്റ്റ് വരുന്നത്, PR വിസയുടെ ഓപ്ഷനാണ് ഫസ്റ്റ് വന്നത്. എന്നിട്ട് ഞാൻ മാതാവിനോട് അഭിപ്രായം ചോദിക്കുകയാണ്, എൻ്റെ അമ്മയെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ഡിസിഷൻ എടുക്കും. അന്നും അതേപോലെ ആ ഒരു ഡിസിഷനും തീരുമാനമായിട്ട് അമ്മ വന്നത് ഒരു 3 മണി സമയത്ത് വെളുപ്പിനെ, ടീന നിന്നെ ആ HR-ൽ PR വിസ സ്പോൺസർ ചെയ്ത ഹോസ്പിറ്റലിൻ്റെ HR-ൽ നിന്ന് നിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നീ അതിന് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ അവർ നിൻ്റെ ഫയൽ ക്യാൻസൽ ചെയ്യും. ആ ഒരു അമ്മ എനിക്ക് ഇൻഫർമേഷൻ തന്ന അപ്പം തന്നെ ഞാൻ മെയിലിട്ടു, ഞാൻ റെഡിയാണ്. അങ്ങനെ ഞാൻ സ്കിൽ അസസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് പക്ഷേ കുറച്ച് സ്ലോയിലുള്ള പ്രോസസ്സാണ്. അപ്പോഴത്തേക്കും കുറച്ച് സ്ലോ ആയി എൻ്റെ പ്രോസസ്സിങ് എല്ലാം. അപ്പം ഞാൻ ഉടമ്പടി ധ്യാനം എടുത്താന്ന് പോലെ 2021 സെപ്റ്റംബർ മുതൽ മുടക്കാറില്ല, കണ്ടിന്യൂസ് ഞാൻ കൂടാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു ഉടമ്പടി ധ്യാനത്തിൽ, അതായത് ഒക്ടോബർ 2024 ഒക്ടോബർ 22-ാം തീയതിയിലെ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, ഒച്ച പോലെ ഉഴയുന്ന ഒരു കാര്യം, ഒരു പ്രോസസ്സിങ്, വിസ പ്രോസസ്സിങ് അങ്ങനെ എന്തോ ഒരു കാര്യം പെട്ടെന്ന് മാതാവ് കയ്യിലെടുക്കുന്നു, പെട്ടെന്ന് അത് സ്പീഡപ്പ് ആവുന്നു. ഒരു 6 എന്നൊരു തീയതി ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് എന്ന് ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു. അതിനൊരു സ്ഥിരീകരണമാണെന്നുള്ള നിലയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ മഴവില്ല് കാണുമെന്ന് അങ്ങനെ ഞാൻ വിശ്വസിച്ചു. അത് ഞാനാണ്, എൻ്റെ പ്രോസസ്സിംഗ് ആണ്. ഞാനതുകൊണ്ട് അത് ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് ബുധനാഴ്ച ഞാൻ മഴവില്ല് നോക്കിയിരിക്കുക. ബുധനാഴ്ച നോക്കി, വ്യാഴാഴ്ച ഒക്ടോബർ മാസമാണ്, കൊന്ത നമസ്കാരം നടക്കുന്ന സമയമാണ്. വൈകിട്ട് ജപമാല കഴിഞ്ഞ് പള്ളിയിലെ ജപമാല കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും കിഴക്ക് വശത്ത് വലിയൊരു മഴവില്ല് കാണിച്ച് അമ്മ അത് സ്ഥിരീകരിച്ചു, ഉടമ്പടി അനുസ്മരിച്ചു എൻ്റെ. അങ്ങനെ മാതാവ് എനിക്ക് ഒരു വർക്ക് വിസയ്ക്ക് വേണ്ടി ഞാൻ ചോദിച്ചിരുന്ന സ്ഥലത്ത് എനിക്ക് ഓസ്ട്രേലിയ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പെർമനൻറ്റ് റെസിഡൻസി വിസ തന്ന് അനുഗ്രഹിച്ചു. മാതാവിൻ്റെ മംഗളവാർത്തയുടെ ദിവസം, അതായത് മാർച്ച് 25-ാം തീയതിയാണ് ഞാനത് മാതാവിനോട് മംഗളവാർത്തയുടെ സന്തോഷമായിട്ട് എനിക്ക് വിസ തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാർച്ച് 27-ാം തീയതി അമ്മ എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. ഈ ഒരു വിസയുടെ കാര്യം ഞാൻ പണ്ട് OET എഴുതുന്ന സമയത്തും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ കൃപയാല അനുഗ്രഹത്താലാണ് എനിക്ക് OET കിട്ടിയത്. ആ സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ ഞാൻ ന്യൂസിലാൻഡാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്, അമ്മേ അപ്പം ഇനിയൊരു എക്സാം എഴുതാതെ എനിക്ക് ന്യൂസിലാൻഡിൻ്റെ PR തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതെൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു. പക്ഷേ ഞാൻ ന്യൂസിലാൻഡിൽ പോയി ജോലി കിട്ടിയില്ല. അപ്പം ഞാൻ ആ നിയോഗമൊക്കെ ഞാൻ തന്നെ മറന്നുപോയി. പക്ഷെ അമ്മ അത് ഓർത്ത് വെച്ച് എനിക്ക് ഓസ്ട്രേലിയയുടെ PR തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ കൂടെ ക്യാപ്പ് ചെയ്ത ആർക്കും തന്നെ ഈ ഒരു സാലറിയിൽ ഓസ്ട്രേലിയയുടെ PR കിട്ടി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയില്ല. പക്ഷെ അമ്മ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു, ഒത്തിരി ഏറ്റവും ബെസ്റ്റായി തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ബാക്കിൽ തേങ്ങ ഇടിച്ചിട്ട് ഒരു നാരങ്ങ വലിപ്പമുള്ളൊരു മുഴയുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ തേങ്ങ ഇടിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു 15 മിനിറ്റ് എനിക്ക് കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും എനിക്ക് ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണം, ആ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു ന്യൂസിലാൻഡിൽ പോകാൻ ഒരു 1 മന്ത് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ സ്ഥിരമായിട്ട് മാതാവിൻ്റെ തൈലം തേച്ച് പുറത്ത് മമ്മീനെ കൊണ്ടും ഹസ്ബൻഡിനെ കൊണ്ടും മസാജ് ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് ഞാൻ എൻ്റെ 2024 വർഷം മാതാവിൻ്റെ അടുത്ത് വന്ന്
ആണ് തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ച് 2024 ജനുവരി 1-ാം തീയതി വെളുപ്പിന് ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് കൂടി കൃപാസനത്തിൽ വന്നു. അന്ന് വന്നിട്ട് ഞാൻ മാതാവിൻ്റെ അമ്മേ, എനിക്ക് ഈ നടുവേദന വെച്ച് ഒന്നിനും പറ്റത്തില്ല, ഞാൻ 9-ാം തീയതി ന്യൂസിലാൻഡിൽ പോവുക, അപ്പം എനിക്കൊന്നും അതുകൊണ്ട് പറ്റില്ല അമ്മ, എനിക്ക് ആരും സഹായിക്കാനില്ല, അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയി. ഇവിടുന്ന് പോയ ആ നിമിഷം മുതൽ ഇന്ന് 1 വർഷവും 4 മാസവും ആകുമ്പോഴാണ് ഇതുവരെ എനിക്ക് ആ നടുവേദനയില്ല, ആ ബാക്കിലെ നാരങ്ങ വലിപ്പമുള്ള മുഴയില്ല. എനിക്ക് 1 മണിക്കൂർ കണ്ടിന്യൂസ് മുട്ടുവേദന നിൽക്കാനും ഒരു പ്രശ്നവും ഇല്ല. അമ്മ മാതാവ് ആ മുഴയും നടുവേദനയും നിന്ന് എടുത്തു മാറ്റി ആ നിമിഷം. 3-ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കുടുംബ വിശുദ്ധീകരണമായിരുന്നു. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, സന്ധ്യാപ്രാർത്ഥന ചൊല്ലും. അതിൽ കഴിഞ്ഞ ഒരു ആത്മീയത ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഈശോയിലേക്ക് വളരുവാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പടിപടിയായി ഈശോയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുള്ള കുടുംബമാണ് ഞങ്ങളുടേതിപ്പം. ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ ഹസ്ബൻഡ് 3 മണിക്കും 4 മണിക്കും മുട്ടുമേ നിന്ന് കൈ വിരിച്ച് പിടിച്ച് കണ്ടിന്യൂസ് ഫുൾ ജപമാല 4 ജപമാല ചൊല്ലുന്നതാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയാണ്. ഈശോയെ കഴിഞ്ഞുള്ള കാര്യമേ ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും ഉള്ളൂ. അതാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ച. ഈശോയുടെ സ്നേഹം അതിൻ്റെ പരമാർത്ഥത്തിൽ അനുഭവിക്കാൻ എനിക്ക് മാതാവിൻ്റെ ഉടമ്പടിയോടെ സാധിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടവും. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കൃപാസനത്തിലെ കൃപാസനം പത്രം ഞാൻ ഉടമ്പടി പോയതിന് ശേഷം എല്ലാ വീടുകളിലും പോയി, അടുത്തുള്ള വീടുകളെല്ലാം പോയി കൊടുക്കും. അവർ കളിയാക്കുകയൊക്കെ ചെയ്യും, അല്ല ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഞാൻ എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കും. അതേപോലെ വീടിനടുത്തുള്ള കിടപ്പ് രോഗികൾ, പാവപ്പെട്ട കിടപ്പ് രോഗികളെ ചെന്ന് കണ്ട് അവർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു നേഴ്സ് നില എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റൂ, ആ ഒരു രീതിയിൽ അവരെ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ വഴിയിലിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പാവങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ സെയിം പ്രോസസ്സിലൂടെ, അതായത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഏതൊക്കെ പ്രോസസ്സിലൂടെ പോയോ, എനിക്ക് ഏതൊക്കെ ചെയ്തപ്പോഴാണ് പോസിറ്റീവ് റിപ്ലൈ കിട്ടിയത്, എനിക്ക് ഏതൊക്കെ ഹോസ്പിറ്റലുകാരാണ് പോസിറ്റീവ് റിപ്ലൈ തന്നത്, അവരെല്ലാം നമ്പർ കൊടുത്തു. ഞാൻ എന്തൊക്കെ ചെയ്തപ്പോഴാണ് ഒരു CV ശരിയാക്കുന്നത്, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. എനിക്ക് ഇത്രയേറെ നന്മകൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു.